ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ ടെറസ് കിച്ചണിൽ മാസങ്ങൾക്ക് ശേഷം തിരിച്ചെത്തിയിരിക്കുന്നു. പടിയെല്ലാം കയറി വന്നതാണ്, ഒരു കുഴപ്പമില്ല. ഇന്ന് ഞാൻ വിചാരിച്ചത് ഒരു പ്യുവർ ആയിട്ടുള്ളൊരു കുക്കിംഗ് വ്ളോഗ് തന്നെ ആയിക്കോട്ടെ വിചാരിച്ചു. നമ്മൾ പ്യുവർ കുക്കിംഗ് വ്ളോഗ് ചെയ്യുന്ന കുറവാണ്. കൂടുതലും നമ്മൾ എന്താ പറയുക, കുക്കിംഗ് കൂടി ഇൻക്ലൂഡ് ചെയ്ത് വരുന്ന ഫാമിലി വ്ളോഗ്സ്, അല്ലാതെ സിമ്പിൾ വ്ളോഗ്സ് വേറെയൊക്കെയാണ് ചെയ്യുന്നത്. ഡേ ഇൻ മൈ ലൈഫ് പോലെ. പക്ഷെ ഇന്നിപ്പോൾ പ്യുവർ കുക്കിംഗ് മാത്രമേ ഉള്ളൂ. അപ്പം അത് മാത്രം ഇഷ്ടപ്പെടുന്നവരും ഉണ്ടാവുമല്ലോ അല്ലേ. അപ്പൊ ഇന്ന് 2 സൂപ്പ് ഉണ്ടാക്കാൻ വിചാരിച്ചു. ഇത് കുക്കിംഗ് മാത്രമാകുമ്പോൾ അത് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്. സൂപ്പ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണ്. ഹെൽത്തി ആയിട്ട് സൂപ്പ് കഴിക്കുന്നവർക്ക് അതൊരു വലിയൊരു മെയിൻ മീലായിട്ട് കഴിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ പിന്നെ തണുപ്പ് സമയത്തും പിന്നെ മഴക്കാലത്തും ഒക്കെ സൂപ്പ് നല്ലതല്ലേ. അപ്പോൾ ആദ്യം നമ്മൾ ഇതിന് മുന്നേ ടൊമാറ്റോ സൂപ്പ് എല്ലാം കാണിച്ചിട്ടുണ്ട്. ഇത് ക്രീം ഓഫ് ടൊമാറ്റോ, രണ്ടും ഒരു ക്രീം ബേസ്ഡ് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ക്രീം ഓഫ് ടൊമാറ്റോ സൂപ്പും ക്രീം ഓഫ് കോൺ സൂപ്പുമാണ്. സ്വീറ്റ് കോൺ തന്നെയാണ്, പക്ഷേ ഡിഫറെൻ്റ് ആയിട്ട് ഒരു ക്രീമി സ്റ്റൈലിൽ ചെയ്യാൻ പോകും. വെജാണ് രണ്ടും. അപ്പോൾ ഇത് നോക്കിയേ, ഇതിപ്പോൾ ടൊമാറ്റോയുടെ അളവ് ഞാൻ പറയാം. ഒരു വലിയ ടൊമാറ്റോ ആണെങ്കിൽ 4 എണ്ണം, നല്ല പഴുത്തത്. ഇതിപ്പോൾ ചെറുതേ എൻ്റെ കയ്യിലുള്ളൂ, അതുകൊണ്ട് ഒരു 8 എണ്ണം എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു സവാളയുണ്ട്. ഈ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് കാണിച്ചു തരാം. കുറച്ച് കളർഫുൾ ആയിട്ടുള്ള ടൊമാറ്റോ തന്നെ ആയിരുന്നു, എങ്കിലും ഒരു സ്മോൾ സൈസ് ആയതുകൊണ്ട് 8 എണ്ണം എടുത്തു. നിങ്ങൾ എടുക്കുമ്പോൾ വലുതാണെങ്കിൽ 4 എണ്ണം മതി. പിന്നെ ഒരു സവാള വലുതാണ്, വലിയ സവാള, അതിൻ്റെ പകുതിയെ ഞാൻ എടുക്കാൻ സാധ്യതയുള്ളൂ, അപ്പോൾ അത് മതി. ചെറുതാണെങ്കിൽ 1 എണ്ണം എടുത്തോളൂ. ഒരു പച്ചമുളകുണ്ട്, 2 വലിയ അല്ലി വെളുത്തുള്ളി. ഇതൊരു വലിയ ക്യാരറ്റായിരുന്നു, അതിങ്ങനെ അതിൻ്റെ സ്കിന്നെല്ലാം കളഞ്ഞിട്ട് ഇങ്ങനെ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ടൊമാറ്റോ ഒന്ന് അരിയണം. ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഒന്ന് വേവിക്കാനായിട്ട് വെക്കാം. ജസ്റ്റ് ഉള്ളിയൊക്കെ കുറച്ച് ചെറുതായിട്ട് കട്ട് ചെയ്യണം നിർബന്ധമൊന്നുമില്ല, വലുതായിട്ട് കട്ട് ചെയ്താലും മതി, പ്രശ്നമൊന്നുമില്ല. എല്ലാം കൂടി ചേർത്തിട്ട് വേവിക്കുകയാണ്. പിന്നെ ഗാർലിക്, വെളുത്തുള്ളിനെ തൊലി മാറ്റി എടുക്കാം. വെളുത്തുള്ളി അപ്പോൾ 2 അല്ലി എടുത്തു, വലുതാട്ടോ. പിന്നെ അത്രയും ഗാർലിക്ക് ടേസ്റ്റ് വേണ്ടാന്നുണ്ടെങ്കിൽ ഒന്നായാലും മതി, പക്ഷെ എനിക്ക് തോന്നുന്നു 2 എണ്ണം നല്ലതായിരിക്കും. ഒരു പച്ചമുളക് ചേർക്കണോ, ജസ്റ്റ് ഒന്ന് സ്ലൈസ് ചെയ്യാം. ഇത്രയും കാര്യങ്ങളായി കഴിഞ്ഞു. ഇനി ടൊമാറ്റോ മാത്രമേ ഉള്ളൂ. ടൊമാറ്റോയും വലിയ പീസായിട്ട് തന്നെ കട്ട് ചെയ്തിടാം. ഓരോന്നും ഇങ്ങനെ 4 ഇത് അത്യാവശ്യം നല്ല പഴുത്തതായിരുന്നു. അപ്പം എല്ലാം കൂടി ആദ്യം ഒന്ന് നന്നായിട്ട് വേകണം. വേവിച്ചിട്ട് നമ്മളത് പ്യൂറി ചെയ്തെടുക്കും. അപ്പോൾ ഇത് വേകാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാൻ വയ്ക്കും. കഴിഞ്ഞു. ഇതിനോടൊപ്പം ക്യാരറ്റ്സ് സ്ലൈസ് ചെയ്തതും എല്ലാ കാര്യങ്ങളും എന്തൊക്കെയാണെന്ന് മനസ്സിലായല്ലോ. പിന്നെ എല്ലാം കൂടി ചേർത്തിട്ട് പാത്രത്തിലേക്ക് മാറ്റി വേവിക്കാം. ഇനി വെള്ളം ഒഴിക്കും. വെള്ളത്തിന് ഞാനൊരളവ് തരാം, ഒഴിക്കുമ്പോൾ പറഞ്ഞുതരാം. ഓക്കെ, ഒരു 1.5 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇത് നികത്തുനിന്ന് കിടക്കുന്ന അത്രയും വെള്ളമുണ്ട്, അതിൽ മുകളിൽ കിടക്കണം. ഇത് നല്ലതായിട്ട് വേകണമല്ലോ. 1.5 മുതൽ 2 കപ്പ് ചിലപ്പോൾ വേണ്ടി വരും. ആവശ്യാനുസരണം ഒഴിക്കാം. അപ്പോൾ അടുപ്പ് കത്തിച്ചു, അതിലേക്ക് മാറ്റും. ഇനി ഒന്ന് അടച്ചു കൊടുക്കുക, എന്നിട്ട് വേവിക്കാം. അങ്ങനെ നമ്മുടെ ടൊമാറ്റോ, ക്യാരറ്റ് മുതലായ കാര്യങ്ങളൊക്കെ വെന്ത് കഴിഞ്ഞു. ആക്ച്വലി പറഞ്ഞാൽ കുക്കറിൽ വെച്ചാൽ മതിയായിരുന്നു എന്ന് എനിക്കിപ്പോൾ തോന്നുന്നു. കാര്യം ഇത് കുറച്ച് കൂടുതൽ സമയം എടുത്തു ക്യാരറ്റ് വേകാൻ. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ഒരു കുക്കറിനകത്ത് ഇതെല്ലാം കൂടി ഇട്ടിട്ട് 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒരു 3 വിസിൽ ധാരാളം മതിയാവും. ഫസ്റ്റ് വിസിൽ ഫുൾ തീയിൽ, പിന്നെ തീ ഒരല്പം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 2 വിസിലും കൂടെ കഴിഞ്ഞ് ഓഫ് ചെയ്താൽ പെർഫെക്റ്റ് ആയിരിക്കും. ഇത് നോക്കിയേ, ഇനി തീ ഓഫ് ചെയ്യാൻ പോകണു. ഏകദേശം എല്ലാം നന്നായിട്ട് വെന്തു. ഇതൊന്ന് തണുക്കണം. അപ്പോൾ ഇത് 1.5 കപ്പ് വെള്ളത്തിൽ ഞാൻ വീണ്ടും ഒരു 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തു. അപ്പോൾ ടോട്ടൽ 2 കപ്സ് ഓഫ് വാട്ടർ ഒഴിച്ചു. ഇത്രയും വെള്ളം ബാക്കിയുണ്ട്. ഇനി ഇത് ഞാൻ നന്നായിട്ടൊന്ന് തണുക്കാൻ മാറ്റി വെക്കുന്നു. അത് കഴിഞ്ഞിട്ട് നല്ല ഒട്ടും തരിയില്ലാണ്ട് പ്യൂറി ചെയ്തെടുക്കണം. മിക്സിയിൽ വെച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ തണുക്കാനായിട്ട് മാറ്റി വെക്കാം. നമ്മൾ പെട്ടെന്ന് ചെയ്യുന്ന ഒരു സൂപ്പായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനെ ടൈം കൺസ്യൂമിങ് ആകാതിരിക്കാനായിട്ട് ഏറ്റവും ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞില്ലേ, കുക്കറിൽ വേവിച്ചെടുക്കുക, പെട്ടെന്ന് തന്നെ ചെയ്യുക, ഫാൻ്റെ താഴിൽ വെച്ചിട്ട് പെട്ടെന്ന് തണുപ്പിക്കുക, അത് കഴിഞ്ഞിട്ട് അരച്ചെടുക്കുക, അരിക്കുക, സൂപ്പ് റെഡിയാണ്. അത്രേ ഉള്ളൂ. അപ്പോൾ ടൊമാറ്റോ ക്യാരറ്റ് മിശ്രിതമൊക്കെ തണുത്തിട്ടുണ്ട്. ഇനി ഇത് മിക്സിയുടെ ജാറിലേക്ക് മാറ്റുന്നു. അരച്ചെടുക്കാം പേസ്റ്റായിട്ട്. നല്ല പേസ്റ്റ് രൂപത്തിലായി കഴിയും. ഇതാണ് നമുക്ക് വേണ്ടത്, ഈ ഒരു പാകം. ഓക്കെ, കറക്റ്റ്. ഇത് നല്ല ഒന്നാന്തരം ബ്ലെൻഡറാണ്, പറയാതിരിക്കാൻ പറ്റില്ല. ഇനി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അരിപ്പയിലൂടെ അരിക്കാം. ഇതിനോടൊപ്പം ഒരു 2 കപ്പ് വെള്ളവും കൂടി ചേർത്തിട്ട് അരിച്ചെടുക്കാം. വേവിക്കാനായിട്ട് ഞാൻ 2 കപ്പ് വെള്ളം എടുത്തിരുന്നു. ഇതിപ്പോൾ വീണ്ടും 1 ഗ്ലാസ് ഒഴിച്ചു. ഇനി 1 കപ്പും കൂടി ഒഴിക്കാം. 240 ml കപ്പാണ് ഞാൻ യൂസ് ചെയ്യുന്നത്.
ഇപ്പോൾ കുക്കറിലാണ് വേവിക്കുന്നതെങ്കിൽ ആദ്യത്തെ കുക്കിങ്ങിന് 1 കപ്പ് മതിയാകും, പിന്നെ 2 കപ്പ്. എന്തായാലും ഇപ്പോൾ ഇത്രയുണ്ട്. അപ്പോൾ നമ്മൾ ഇച്ചിരി ഡൈല്യൂട്ട് ചെയ്തെടുക്കാനാണ് ഇങ്ങനെ 2 കപ്പ് വെള്ളവും കൂടി ചേർത്ത്. കറക്റ്റായി. ടോട്ടൽ ഇപ്പോൾ ഏകദേശം അതിനകത്തൊരു കപ്പ് വെള്ളത്തോളം ഉണ്ടായിരുന്നു വേവിച്ചെടുത്തപ്പോൾ. ടോട്ടൽ ഇതിപ്പോൾ ഒരു 3 കപ്പോളം വരും. ഇതിൻ്റെ ആ ഒരു ടൊമാറ്റോ ജ്യൂസ്, ടൊമാറ്റോ ആൻഡ് ക്യാരറ്റ് കംപ്ലീറ്റ് ആയിട്ട് അതിൻ്റെ സത്ത് എടുത്തിട്ടുണ്ട്. സ്റ്റോക്ക് പോലെ എന്ന് വേണമെങ്കിൽ പറയാം. പ്യൂരീഡാണ് എങ്കിലും അതിനെ കുറച്ച് ലൂസാക്കി എടുത്തു വെള്ളമൊക്കെ ചേർത്തിട്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ സൂപ്പിന് വേണ്ട ടൊമാറ്റോ ക്യാരറ്റ് ബേസ്. ഇത് നമുക്ക് സൂപ്പിൻ്റെ ഫൈനൽ സ്റ്റേജിലേക്ക് കിടക്കാം. അടുപ്പ് കത്തിക്കട്ടെ. ഒരു നല്ല ചുവട് കട്ടിയുള്ള പാത്രം. ഇതിനകത്തേക്കാണ് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോകുന്നത്. ആദ്യം വെണ്ണ, ഒരു 2-3 ടേബിൾ സ്പൂൺ വെണ്ണ ചേർക്കാം. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ മൈദാമാവ് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു വൈറ്റ് സോസ് ഉണ്ടാക്കുകയാണ് ബേസിക്കലി. 2 കപ്പ് പാല്, ഓക്കെ, 2-2.5 കപ്പ് പാല്, കുറച്ച് തിക്കായിട്ട് കിട്ടുന്നതിന്. പാത്രം ചൂടായി തുടങ്ങി. ഇനി ഒരു 3 ടേബിൾ സ്പൂൺ ബട്ടർ. ഇത് ഉപ്പില്ലാത്ത വെണ്ണയാണ്. ഇപ്പോൾ സോൾട്ട് ഉള്ള വെണ്ണയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, പിന്നെ ഉപ്പിടുമ്പോൾ ശ്രദ്ധിക്കണം എന്ന് മാത്രം. ഇത് പിന്നെ ഉപ്പില്ലാത്തത് കൊണ്ട് കുഴപ്പമില്ല. അത് ഏകദേശം ഒരു 100 ഗ്രാമിൻ്റെ ബട്ടറിൻ്റെ ഒരു 3/4 എടുത്തു എന്ന് പറയാൻ വേണമെങ്കിൽ. മെൽറ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് നന്നായിട്ട്. ഇനി ഇതിലേക്കാണ് മൈദാമാവ്. 3 ടേബിൾ സ്പൂൺ നിറച്ച് മൈദാമാവും കൂടി ഇട്ട് കൊടുക്കും. വൈറ്റ് സോസ് ഉണ്ടാക്കുന്ന മെത്തേഡ് പല പ്രാവശ്യം ഞാൻ നമ്മുടെ വ്ളോഗ്സിൽ കാണിച്ചിട്ടുണ്ട്. എങ്കിലും ഞാൻ ഒരിക്കൽ കൂടി വിശദമായിട്ട് തന്നെ കാണിക്കും. ഒരു പക്ഷെ ഫസ്റ്റ് ടൈം കാണുന്നവരുണ്ടാകാമല്ലോ നമ്മുടെ വീഡിയോസ്. ഇത് നല്ല പതഞ്ഞ് വരട്ടെ, നല്ല ബബിളിയും. അത് കഴിഞ്ഞാൽ തീ നന്നായിട്ട് കുറച്ചിട്ട് പാലൊഴിക്കണം. അപ്പോൾ ഒരു മീഡിയം കൺസിസ്റ്റൻസി മതി എന്നുണ്ടെങ്കിൽ 3 കപ്പ് വെള്ളം ഒഴിക്കാം. പക്ഷെ നമുക്ക് കുറച്ചുകൂടെ തിക്കായിട്ട് വേണമെന്നുണ്ടെങ്കിൽ 2 കപ്പ് 2.5 കപ്പ് വരെ ആകാം. ഇതിപ്പോൾ നമുക്ക് വേറെയും ഈ ടൊമാറ്റോയുടെ പ്യൂറിയൊക്കെ ഇരിക്കുമല്ലേ, അത് കാരണം നമുക്ക് ഇനി ഇതിലേക്ക് 2 കപ്പ് പാലൊഴിച്ചാൽ മതി. പാല് റെഡി, 2 കപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി എല്ലാം വളരെ പെട്ടെന്നായിരിക്കും, ക്വിക്ക് ആക്ഷനാണ് വേണ്ടത്. നന്നായിട്ട് പത വരുന്നത് നോക്കി. ഇങ്ങനെ കളറ് മാറി ചെറുതായിട്ട്, വലിയ ബ്രൗണൊന്നും ആകരുത്. ഓക്കെ, കറക്റ്റ് പാകമായിട്ടുണ്ട്. ഓക്കെ, തീ അടുപ്പം കുറയ്ക്കാം. ഇതിലേക്ക് പാല് ഒറ്റ സ്ട്രെച്ചിന് തന്നെ ഒഴിക്കണം. കുറച്ചായിട്ട് ഒഴിക്കാണ്ട് ഫാസ്റ്റായിട്ട് ഒഴിക്കാം. എന്നിട്ടിങ്ങനെ ഇനി തീ വീണ്ടും കൂട്ടിക്കൊടുക്കാം. ആദ്യമായിട്ട് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ തീയിൽ നിന്ന് മാറ്റിയിട്ട് ഇങ്ങനെ പാലൊഴിച്ച് മിക്സ് ചെയ്തിട്ട് തിരിച്ച് വീണ്ടും ഫ്ലെയിമിലേക്ക് വെച്ചാൽ മതി. ഇത് പെട്ടെന്ന് തന്നെ കുറുകും. തള വരുന്നതോടുകൂടി കുറുകി തുടങ്ങും. നന്നായിട്ട് കുറുകി തുടങ്ങി. ഇനി പെട്ടെന്ന് തന്നെ കുറുകി വരികയാണ്. ഓക്കെ, നല്ല തിക്ക് പേസ്റ്റ് ആയിക്കൊണ്ടിരിക്കണം. ഈ രീതിയിലേക്ക് ആയി വരും. നല്ലൊരു തിക്ക് വൈറ്റ് സോസായിട്ട് മാറുകയാണ്. ഇതാണ് നമുക്ക് വേണ്ട ഒരു കൺസിസ്റ്റൻസി. ഇത് ഇരിക്കുന്നതോറും കുറുകുകയുള്ളൂ, കുറച്ചുകൂടി തിക്കായി വരും. ഓക്കെ, തിള വരുന്നു. നന്നായിട്ട് തിളക്കട്ടെ. നമ്മുടെ ടൊമാറ്റോ ക്യാരറ്റ് മിശ്രിതം, ആ പ്യൂരീഡ് അരിച്ചെടുത്തത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കും. ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിച്ച് ഇത് തിള വരട്ടെ. ഇനി ഇതിലേക്ക് നമ്മൾ ഉപ്പ്, കുരുമുളക് പൊടി മുതലായ കാര്യങ്ങളൊക്കെ ചേർക്കാം. ഉപ്പ് ചേർക്കാം. അതുപോലെ 1 ടീസ്പൂൺ പഞ്ചസാര, പിന്നെ അതുപോലെ കുരുമുളക് പൊടി. അത് വൈറ്റ് പെപ്പർ ആകാം, അല്ലെങ്കിൽ ഡാർക്ക് പെപ്പർ പൗഡർ ആണെങ്കിലും കുഴപ്പമില്ല. ഇതിപ്പോൾ ഞാൻ ഏകദേശം ഒരു 1 ടീസ്പൂണോളം ഇടും. എരിവിനനുസരിച്ചിട്ട് ചേർത്തുള്ളൂ, എത്ര വേണോ അതനുസരിച്ചിട്ട്. അപ്പോൾ വൈറ്റ് സോസും ടൊമാറ്റോ ആൻഡ് ക്യാരറ്റ് പ്യൂറി എല്ലാം കൂടി ചേർന്നിട്ട് നല്ല തളയെല്ലാം വന്നു തുടങ്ങി. ഓക്കെ, നല്ല കുറുകിയ സൂപ്പ് ഇസ് റെഡി. തിക്ക് റിച്ച് സൂപ്പ്, നമ്മുടെ ക്രീം ഓഫ് ടൊമാറ്റോ സൂപ്പ് ഇസ് റെഡി. അപ്പോൾ കുരുമുളക് പൊടി 1 ടീസ്പൂൺ ചേർത്ത് 1.5 ടീസ്പൂൺ വരെ ആകാം. പിന്നെ പഞ്ചസാര 1 ടീസ്പൂൺ, അത് ഒരു ചെറിയൊരു പുളി ബാലൻസിങ്ങിനാണ്, അത് 1.5 ടീസ്പൂൺ വരെ ആകാം. ഉപ്പ് ആവശ്യാനുസരണം, ഇത് മതി. ഇനി തീ ഓഫ് ചെയ്യാം. ഓക്കെ, ആയിക്കഴിയും. ചൂടോടുകൂടി തന്നെ സൂപ്പ് ബൗളിലേക്ക് ഞാൻ ഒഴിച്ച് കാണിക്കാം. ദിസ് ഈസ് അവർ ക്രീം ഓഫ് ടൊമാറ്റോ സൂപ്പ്. ചൂടായിട്ട് കുടിക്കുന്നതാണ് ഏറ്റവും നല്ലത്.
ഇതിൻ്റെ മുകളിലായിട്ട് ചെറിയൊരു പീസ് ബട്ടർ ഞാൻ ഇടാൻ പോകും. അതിങ്ങനെ മെൽറ്റായി വന്നോളും. നല്ല രസമായിരിക്കും കഴിക്കുമ്പോൾ. ഇത് എത്ര സൂപ്പ് ഉണ്ടെന്ന് അറിയാമോ? ഇതുപോലത്തെ ബൗളെല്ലാം എടുക്കുകയാണെങ്കിൽ 1 2 ഒരു മോർ ദാൻ 1 2 3 ഒരു 6 7 8 പേർക്ക് സുഖമായിട്ട് കഴിക്കാം കേട്ടോ. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു ടോസ്റ്റഡ് ബ്രെഡ്, ഒരു ടോസ്റ്റോ ബ്രെഡ് ടോസ്റ്റോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ സൂപ്പിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ അങ്ങനത്തെ ബ്രെഡ്സ് എന്തെങ്കിലും ആണെങ്കിൽ ഇത് തന്നെ പോരെ, ധാരാളം സമ്പൂർണ്ണമായ ആഹാരം. അടിപൊളിയല്ലേ? നല്ല ചൂടായിട്ട് ഈ സൂപ്പ് കുടിക്കുന്ന സീനാണ് ഞാൻ ആലോചിക്കുന്നത്. ഇത് മെൽറ്റായി വരുന്നു. ഓക്കെ, ബട്ടർ സോ നൈസ്. ഇച്ചിരി എടുക്കുന്നു. ഓക്കെ, ഇത്രയും ചൂടായിട്ട് കഴിക്കുമ്പോൾ എൻ്റെ നാക്ക് പൊള്ളും. എക്സലൻറ്റ്. ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയല്ല കേട്ടോ. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ റെസിപ്പി. നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു കാര്യമാണ്. ഈസിയാണ്. നല്ലൊരു ഡിന്നർ മെനുവിൻ്റെ ഭാഗമായിട്ട് ഈ സൂപ്പും ടോസ്റ്റും ഒക്കെ ആയിട്ട് കഴിച്ചു നോക്കൂ. ഗംഭീര. ഒരു വെജിറ്റബിൾ സലാഡും കൂടി മതി, വേറെ ഒന്നും വേണ്ട. നല്ല ഹെൽത്തി ആയിട്ട് കഴിച്ചു എന്ന് പറഞ്ഞിട്ട്. ഇതിലിപ്പോൾ ബട്ടർ ഉണ്ടെന്നേ ഉള്ളൂ. ബട്ടർ അത്ര അൺഹെൽത്തി ആയിട്ട് കാറ്റഗറൈസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു ഹെൽത്തി വേയിൽ തന്നെ കഴിക്കാം. പിന്നെ ഇതിലിപ്പോൾ നമ്മൾ മൈദയാണ് ചേർത്തത്. മൈദയ്ക്ക് പകരം ഇപ്പോൾ ഓട്സിൻ്റെ പൗഡർ വെച്ചിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. ഹെൽത്തി ഓപ്ഷൻ ഞാൻ പറയുകയാണ്. മറ്റ് ഓപ്ഷൻസ് ഏതെങ്കിലും ഒരു മില്ലറ്റ് പൗഡർ വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഏതെങ്കിലും ഒരു മില്ലറ്റ്. ഇപ്പോൾ റാഗി തന്നെ വേണമെന്നില്ല. ഏതെങ്കിലും ഒരു മൈദയ്ക്ക് പകരമുള്ള സബ്സ്റ്റിറ്റ്യൂട്ട്സ് ആണ്. അതിൽ ഏത് വേണമെങ്കിലും ആകും. ഓക്കെ, നൈസ്. ഇരിക്കട്ടെ. അപ്പോൾ ഇനി നമുക്ക് സെക്കൻഡ് സൂപ്പ് ഉണ്ടാക്കി തുടങ്ങാം. ഇതൊരു സൈഡിലേക്ക് ഞാൻ മാറ്റി വയ്ക്കുന്നു. രണ്ടാമത്തെ സൂപ്പ് അതിനെക്കാട്ടി എളുപ്പമാണ്. ഇത് പാത്രത്തിലേക്ക് കുറച്ച് സ്വീറ്റ് കോൺ വേവിക്കാനായിട്ട് ഇടുന്നു. അത് ഓൾറെഡി കുക്ക്ഡ് ആണ്. അത് ടെൻഡർ കോൺസ് ആണ്. ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മതി. ഇതിങ്ങനെ വാങ്ങാൻ കിട്ടും പാക്കറ്റിൽ. സ്വീറ്റ് കോൺ എന്ന് പറഞ്ഞിട്ട് തന്നെ വാങ്ങാൻ പറ്റും. ഫ്രോസൺ ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത്. ഇത് ഒരുപാട് വേഗമൊന്നും വേണ്ട. അത് ഓൾറെഡി ടെൻഡറാണ്. ഇപ്പോൾ 2 കപ്പ് ഞാൻ എടുക്കുന്നു. ഒരു 1 കപ്പ് ഓഫ് വാട്ടർ ആദ്യം. അതിൻ്റെ കൂടെ രണ്ടാമത്തെ കപ്പ് വെള്ളം. അപ്പോൾ 2 കപ്സ് ഓഫ് വാട്ടർ. ഇത് അടുപ്പിലേക്ക് വയ്ക്കാം. നമുക്കിനി ക്രീം ഓഫ് സ്വീറ്റ് കോൺ സൂപ്പ് അല്ലെങ്കിൽ ക്രീം ഓഫ് കോൺ സൂപ്പ് ഉണ്ടാക്കാം. അപ്പോൾ ഇത് ഒന്ന് തിളയ്ക്കട്ടെ ഒരു സൈഡിൽ നിന്ന്. ആ സമയം കൊണ്ട് നമുക്ക് വൈറ്റ് സോസ് തയ്യാറാക്കാം. അപ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്യാം. ഒരു 3 കപ്പ് മൈദ, 3 ടേബിൾ സ്പൂൺ എന്താ പറയുക ബട്ടർ, പിന്നെ 2 കപ്പ് പാൽ. അപ്പോൾ പാത്രം എടുക്കട്ടെ, വേറൊരു പാത്രത്തിൽ വെച്ച്. അപ്പോൾ സ്വീറ്റ് കോണിൻ്റെ ബാക്കി കവറിൽ സൂക്ഷിച്ച് ഫ്രീസറിൽ തന്നെ വയ്ക്കാം. എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു കോംബോ ഓഫർ പോലെ കിട്ടിയതാണ്. ഒരു പാക്കറ്റിൽ 2 എണ്ണം ഉണ്ടായിരുന്നു. 500 ഗ്രാംസ് 500 ഗ്രാമിൻ്റെ പൈസയ്ക്ക് 2 500 ഗ്രാം കിട്ടി. അത് ഭയങ്കര ഓഫറായി. ബട്ടർ 3 ടേബിൾ സ്പൂൺ. വെണ്ണ ഉരുകി തുടങ്ങി. ഒരു 3 ടേബിൾ സ്പൂൺ മൈദമാവ്. അപ്പോൾ മൈദമാവ് അത്ര ഹെൽത്തി ആണെന്ന് ഞാൻ അഡ്വക്കേറ്റ് ചെയ്യില്ല, പറയില്ല. പക്ഷേ അതിന് പകരം നിങ്ങൾക്ക് ഓപ്ഷനായിട്ട് ഏതെങ്കിലും മില്ലറ്റ് കൊണ്ടുള്ള പൊടിയാകാം. അതല്ല എന്നുണ്ടെങ്കിൽ ഓട്സ് പൗഡർ ചെയ്ത് ചേർക്കാം. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം. വൈറ്റ് സോസ് ഉണ്ടാക്കാനായിട്ട് അങ്ങനെയും ചെയ്യാം. പിന്നെ ഗോതമ്പ് മാവിൽ വേണമെങ്കിലും ചെയ്യാം, വീറ്റ് ഫ്ലവറിൽ. ഇത് നല്ലതായിട്ട് പതഞ്ഞ് റെഡിയായി വരട്ടെ, മൂക്കട്ടെ. ഇപ്പോൾ കോണിനകത്തേക്ക് ഞാനിപ്പോൾ ഒരു വലിയ സവാളയുടെ പകുതി ചെറുതായി അരിഞ്ഞതും കൂടി ചേർക്കും. ഇത് ഓപ്ഷണലാണ്. ഈ ഒരു ടേസ്റ്റ്, ഒരു ഒണിയൻ ടേസ്റ്റും കൂടി വരുമ്പോൾ കുറച്ചുകൂടി നന്നായി വരും. എനിക്കിഷ്ടമാണ്. ഇതിലേക്ക് ഇച്ചിരി ഉപ്പും കൂടി ചേർക്കാം. അപ്പോൾ വൈറ്റ് സോസിൻ്റെ ബട്ടർ ആൻഡ് ഫ്ലവർ മിക്സ്ചർ കറക്റ്റായിട്ട് പാകത്തിന് കൂട്ടും. തീ നന്നായിട്ട് കുറച്ചു. എന്നിട്ട് പാല് 2 കപ്പ് പാൽ. ഇനി ഇത് നല്ല തിക്കായിട്ടുള്ളൊരു സോസായിട്ട് മാറും. ഇളക്കിക്കൊണ്ടേയിരിക്കാം. ഇതിവിടെ റെഡിയായി കഴിഞ്ഞു. സവാളയൊക്കെ വെന്തിട്ടുണ്ട്. കോണും വെന്തതാണ്. ഇത് ജസ്റ്റ് ഒന്ന് തിളയ്ക്കുമ്പോൾ തന്നെ ആകും. അത്രയും സോഫ്റ്റാണത്. നിമിഷങ്ങൾക്കകം ഇപ്പോൾ വൈറ്റ് സോസ് റെഡിയാകും. തിക്കായി തുടങ്ങുന്നുണ്ട്. നല്ല തിക്കായി കഴിഞ്ഞു. ഇനി ഇതിലേക്കാണ് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കോൺ ആൻഡ് ഒണിയൻ. ഇനി എല്ലാം കൂടി കിടന്ന് ഒന്നുകൂടി ഒന്ന് തിളക്കട്ടെ. ഇനി ഇതിലേക്ക് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഒന്നിച്ച് കിടന്ന് തിളയ്ക്കുമ്പോൾ അത് വീണ്ടും കുറുകി വരും.
ഇതിലിനി പഞ്ചസാര അങ്ങനത്തെ കാര്യങ്ങളൊന്നും വേണ്ട, ജസ്റ്റ് എരിവിനുള്ള കാര്യം മാത്രം. ഇത് സ്വീറ്റ് കോണാണ്, ആ കോണിന് തന്നെ ഒരു സ്വീറ്റ്നെസ് ഉണ്ട്. വൈറ്റ് പെപ്പർ പൗഡർ വേണമെങ്കിലും ആകാം, ഇതിപ്പോൾ ബ്ലാക്കാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. ഇതേ കുറിയ തുടങ്ങി. ഇത് നല്ല ക്രീമി ആൻഡ് തിക്ക് സൂപ്പായിക്കൊണ്ടിരിക്കണം. ഉപ്പൊക്കെ നോക്കിയിട്ട്, കോണിൽ മാത്രമേ നമ്മൾ ഉപ്പ് ചേർത്തിട്ടുള്ളൂ, ഇതിൽ ഉപ്പ് ചേർത്തിട്ടില്ല. ഇച്ചിരി ഉപ്പ് ഇതിൽ ചേർക്കാം, കുറച്ച് ഉപ്പ് കൂടി വേണ്ടി വരും. കഴിഞ്ഞു, തീ ഓഫ് ചെയ്യുന്നു. തള വന്ന് കഴിഞ്ഞു. ഒരു പൊടിക്കുപ്പ്. നല്ല കുറുകിയ സൂപ്പ് ഇസ് റെഡി ആണെന്നുണ്ടല്ലോ. യെസ്, ക്രീം ഓഫ് സ്വീറ്റ് കോൺ റെഡിയായി കഴിഞ്ഞു. ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെറുതായി അരിഞ്ഞ ക്യാപ്സിക്കം ചേർക്കാം, പിന്നെ സെലറി സ്റ്റിക്ക് അരിഞ്ഞ് ചേർക്കാം, സ്പ്രിംഗ് ഓണിയൻ ചേർക്കാം. അങ്ങനെ എത്ര ഇംപ്രൊവൈസേഷൻസ് വേണമെങ്കിലും ആകാം. സൂപ്പ് ബൗളിലേക്ക് ചൂടോടുകൂടി തന്നെ മാറ്റും. അല്പം ക്രീമി സൂപ്പ് ഞാനൊന്ന് ടേസ്റ്റ് ചെയ്യാൻ പോകുന്നു. ഇതിനെ കുറച്ചുകൂടെ ലൂസാക്കി വേണമെങ്കിലും ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ ഞാനിപ്പോൾ 2 കപ്പ് പാല് മാത്രമേ ഒഴിച്ചുള്ളൂ, 1 കപ്പ് വെള്ളമാണ് അല്ലാണ്ട് ചേർത്ത്. വേണമെങ്കിൽ ഇത് ഇച്ചിരി കൂടെ ലൂസാക്കണമെങ്കിൽ ഒരു 1 കപ്പ് എക്സ്ട്രാ പാൽ വേണമെങ്കിൽ ഒഴിക്കാം, അല്ലെങ്കിൽ 1/2 കപ്പ് ഒഴിക്കാം, എങ്ങനെയാണെങ്കിലും. ടേസ്റ്റ് ചെയ്യട്ടെ. ഓക്കെ, ചൂട് സൂപ്പ്. ആഹാ, എന്താ ടേസ്റ്റ്! ആ കോണൊക്കെ ഇങ്ങനെ കടിച്ച് കഴിയുമ്പോൾ ഉള്ളിയുടെ സ്വാദൊക്കെ ഇറങ്ങിയിട്ട് എക്സലൻ്റ് ആണ്. ഈ 2 സൂപ്പും ഞാൻ ഗ്യാരണ്ടി, നിങ്ങൾ ഉണ്ടാക്കി നോക്കൂ, ഇഷ്ടമാവും. ഇത് ബ്രെഡിൻ്റെ കൂടെ എല്ലാം കഴിക്കാൻ പറ്റിയൊരു കാര്യമാണ്. അപ്പോൾ എക്സലൻ്റ് 2 സൂപ്പാണ് ഞാൻ കാണിച്ചു തന്നിരിക്കുന്നത്. അപ്പോൾ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് തന്നെ വിചാരിക്കട്ടെ. ഇത് ഉണ്ടാക്കിയിട്ട് ഫീഡ്ബാക്ക് തരാൻ മറക്കണ്ട, കമൻറ്റ് ബോക്സിലേക്ക് വരിക. വളരെ സന്തോഷം. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ്പ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്. ലവ് യു ഓൾ.